ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പിറകെ അന്തം വിട്ട് കയറ് ഊരി വിട്ട കാളകളെ പോലെ ഓടുന്നൊരു ഏർപ്പാട് പണ്ട് കാലത്ത്. ഇന്നങ്ങനെയാണോ? ഇന്ന് നേരെ തിരിച്ചല്ലയോ സംഭവിക്കുന്നത്? എങ്ങനെ ഇന്ന് പെൺപിള്ളേരെ പെണ്ണുങ്ങള് ആണുങ്ങളെ പിറകെ ഓടുന്ന കാലഘട്ടമാണ്. അല്ലേ? ആണ്. എത്ര തെളിവോണം നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവുള്ളത്. ഒരു ചെറിയ മകള് വീട്ടിലുണ്ട്. ആ മകളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ മാസ്റ്റർ വരുന്നുണ്ട് വീട്ടില്. മകളെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മാഷ്, ഹിസ്റ്ററിയും കെമിസ്ട്രിയും പൊളിറ്റിക്സും ഒക്കെ പഠിപ്പിച്ച മാഷ് അവസാനം പഠിപ്പിച്ച് വീട്ടിലെ ഉമ്മായെ പഠിപ്പിക്കാൻ തുടങ്ങി. ബയോളജി അനാട്ടമിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. സംഭവം ഇത് ചെറിയ മോളാണെങ്കിൽ ചെറിയ മോക്ക് ചിന്തയുള്ള മോളാണ്. അവൾക്ക് മനസ്സിലായി. അവള് വിളിച്ച് വാപ്പാക്ക് പറഞ്ഞെടുത്ത്, പൊന്നാര വാപ്പാ, നമ്മളെ ട്യൂഷൻ മാഷ് വന്നിട്ട് പഠിപ്പിച്ച് എന്നെ ഹിസ്റ്ററിയും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിപ്പിച്ചു, ഉമ്മായെയും ബയോളജി അനാട്ടമിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ സഹോദരൻ പിറ്റേ ദിവസം തന്നെ ആ സഹോദരൻ വന്നു, ഗൾഫിൽ നിന്ന് വന്നു. സ്വന്തം മോളല്ലേ വിളിച്ചു പറയുന്നത്, ഗൾഫിൽ കിടന്ന് ആർക്കു വേണ്ടിയാ ഞാൻ അധ്വാനിക്കുന്നത്? ഈ മോക്ക് വേണ്ടി, ആ പെണ്ണിന് വേണ്ടി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മകൾക്ക് വേണ്ടിയുമല്ലേ ചോര നീരാക്കി അവിടെ പോയി അതിതീക്ഷ്ണമായ ചൂട് സഹിച്ച് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ സഹോദരൻ ഈ വർത്തമാനം കേട്ടപ്പോ വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷേ ഉമ്മാക്ക് മാഷിന്റെ ബയോളജി ക്ലാസ് അങ്ങ് വല്ലാതെ രസിച്ചുപോയി. മാഷിന്റെ അനാട്ടമി ക്ലാസ് ഇല്ലാതെ ഒരു ദിവസം കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥ എന്നായി. പിറ്റേന്നായപ്പോഴത്തേക്കും ഉമ്മ ആ ട്യൂഷൻ മാസ്റ്ററുടെ കൂടെ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. എങ്ങോട്ടോ പോയെന്നല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തൊരു റൂം എടുത്തവർ താമസമാരംഭിച്ചിട്ട് അവസാനം രണ്ടുപേരും കൂടെ പോയിസൺ കഴിച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതെവിടേക്കായി ഈ സമുദായം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒന്നല്ല, എത്രയെത്ര സംഭവങ്ങളാ സഹോദരങ്ങളെ. ഭർത്താവ് ഗൾഫിലാണ്, ഒരു മകളും ഭാര്യയും ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. എല്ലാ ദിവസവും വീട്ടിലൊരു പ്രതിഭാസം നടക്കും. മകരിന്റെ ബാങ്ക് വിളിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീട്ടിലെ കറണ്ട് ടീം അങ്ങ് പോകും. എല്ലാ ദിവസവും ഇങ്ങനൊരു പ്രതിഭാസം. ചെറിയ മോളാണെങ്കിലും ബുദ്ധിയുള്ള മോളാ. പഴയകാലത്തെ പിള്ളേരൊന്നും ആലോചിക്കില്ല. പഴയകാലത്ത് വല്ല ഐസക് ന്യൂട്ടൻ മാത്രമേ ആലോചിക്കൂ. അയാൾ ഇങ്ങനെ തോട്ടത്തിരുന്നപ്പോ കാണാൻ ആപ്പിള് താഴേക്ക് വീണു. എന്തുകൊണ്ടായി ആപ്പിള് താഴേക്ക് വീണത്? എന്തായാലും മേളിലോട്ട് പോകാത്തതിനാലെ ചിന്തിച്ചു. അപ്പോഴാ ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ടായത്. അറിയുമല്ലോ ഭൂഗുരുത്വാകർഷണ ബലോ സിദ്ധാന്തമൊക്കെ. പക്ഷെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചെറിയ മക്കളാണെങ്കിലും ചിന്തിക്കുന്ന പിള്ളേരാ. ആ കുട്ടി ചിന്തിച്ച്, എന്താ നമ്മുടെ വീട്ടിൽ മാത്രം എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോൾ അരമണിക്കൂർ കൃത്യമായിട്ട് കറണ്ട് പോകുന്നു, കറണ്ട് വരുന്നു. ഇതെങ്ങനെ ഈ മായാജാലം നടക്കുന്നത്? അവള് മെല്ലെ ഒബ്സർവേഷൻ നടത്തി നോക്കുമ്പോ സംഗതി ഉമ്മയാണ് കള്ളിയാകുന്നത്. വാപ്പ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുത്ത്, വാപ്പ സംഗതി ആ കലിപ്പ് കേസാ, വാപ്പ എത്രയും പെട്ടെന്ന് വന്നേ പറ്റത്തുള്ളൂ. വാപ്പ ഗൾഫിൽ നിന്ന് വന്നു. വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, മോളെ എന്താണ് പ്രശ്നം, ഇങ്ങനെയൊക്കെയാണോ സംഗതി? അപ്പൊ അവള് പറയാൻ തുടങ്ങി, അയലത്തെ വീട്ടിലെ കാക്ക തന്നെയാണ് കഥാപാത്രം. കാരണം ഗൾഫിൽ പോണതിന്റെ തലേദിവസം വീട്ടിൽ വന്ന കാക്കാനോട് പറഞ്ഞു, പ്രിയപ്പെട്ട കാക്ക, ഞാൻ എന്റെ ഭാര്യയെ ഒറ്റയ്ക്കാക്കി, എന്റെ മകളെ തനിച്ചാക്കി, എന്റെ ഉമ്മാനെ തനിച്ചാക്കി ഞാനങ്ങ് സൗദി അറേബ്യയിൽ പോവുകയാ. നിങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും എന്റെ കുഞ്ഞുമോളെയും എന്റെ ഉമ്മായെയും നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഇവിടെ നിങ്ങളൊരു കല്ലിവിടെ വേണമേ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, നല്ലോലങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി, നല്ലോലങ്ങ് കണ്ണുവയ്ക്കാൻ തുടങ്ങി. അത് ഓവറായപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങി. ഒടുവിൽ 2 മാസക്കാലത്തോളം ഈ സഹോദരൻ ലീവിൽ നാട്ടിൽ താമസിച്ചു. അതാ പോകുന്നതിന്റെ ഒരു ദിവസം മുന്നേ മാർക്കറ്റിൽ പോയി ചെമ്മീനും ചാളയും ചൂരയും മത്തിയും കൊഴിയാളയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്തിനാ? പുറത്തു വരുത്തി ഗൾഫിൽ കൊണ്ടുപോയി തിന്നാനാ. അങ്ങനെ
മാർക്കറ്റിൽ പോയി മീനും മത്സ്യമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു നോക്കുമ്പോ ഭാര്യയെ കാണുന്നില്ല. എവിടെ പോയി എന്റെ ഭാര്യ എവിടെ പോയി? അപ്പൊ മകള് പറഞ്ഞു, പാപ്പാ പോയി ഉമ്മ പോയി, ഓന്റെ കൂടെ യാത്രയായി. എന്തൊരു കഷ്ടമാ സഹോദരങ്ങളെ. മാത്രമല്ല മോള് നിർത്തുന്നില്ല. മോള് പറഞ്ഞു, പൊന്നാര വാപ്പാ പെട്ടി പോയി, പാസ്പോർട്ടും ടിക്കറ്റും പണവും അടങ്ങുന്ന പെട്ടി കൂടി അവൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതാ ഈ പാവപ്പെട്ട സഹോദരനുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരൻ, തോന്നിവാസം തന്നെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോ അതെല്ലാം സഹിച്ച് സ്ഥാനത്തോടെ ക്ഷമയോടെ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട പ്രവർത്തകൻ, ആ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ടല്ലോ, അദ്ദേഹം കൽബ് പൊട്ടി തകർന്ന അവസ്ഥനായി നടക്കുകയാണ്. അയാൾക്ക് ഗൾഫിൽ പോകാൻ കഴിയുന്നില്ല. അയാളതാ വിഷമിച്ചൊരു മാസം കഴിഞ്ഞു. ആളുകളൊക്കെ കളിയാക്കാൻ, നീ എവിടുത്തുകാരനാണ്, നിന്റെ പെണ്ണുമ്പോൾ ഓർത്തന്റെ അയലത്തുകാരനോട് അടിച്ചുകൊണ്ടുപോയി, നീ എന്തോടാ കഴിവെട്ടോനാന്നോടാ നീ. അങ്ങനെ അയാൾ നാട്ടുകാർക്കിടയിൽ ഒരു ഹാസ്യ കഥാപാത്രമായി മാറി. അവളെ പറ്റിയൊരു വിവരവും ലഭിക്കുന്നില്ല. എല്ലാവരും തന്നെ പരിഹസിക്കുന്നു, എല്ലാവരും തന്നെ ആക്ഷേപിക്കുന്നു, എല്ലാവരും തന്നെ അധിക്ഷേപിക്കുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. ആ സഹോദരൻ അതാ ഒരു മാസം പൂർത്തിയാകുന്ന ദിവസം തന്നെ വീട്ടിന്റെ അകത്തളത്തിൽ സൂയിസൈഡ് ചെയ്തു പോയി. സഹോദരാ, ആ പ്രിയപ്പെട്ട കുഞ്ഞുമകളില്ലയോ, ഉമ്മാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, വാപ്പയിതാ തൂങ്ങി മരിച്ചുപോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഒരു മാനസിക രോഗിയെപ്പോലെ വീട്ടിന്റെ അകത്തളത്തിൽ കിടന്നലറിക്കരയുന്ന ഉമ്മ, വാപ്പാ, ഉപ്പ, എന്നെ വിട്ടേച്ച് നിങ്ങൾ രണ്ടുപേര് എവിടെയാ പോയത്? ചെറിയ പൊന്നുമോളുണ്ടല്ലോ, സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ, 11 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോൾ, ഒരു പ്രാന്തിയെ പോലെ വീട്ടിന്റെ അകത്തളത്തിൽ അലമുറയിട്ട് നിലവിളിക്കുകയാണ്. ആരാണിതിന് ഉത്തരവാദി? ആരായതിന് സമാധാനം പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിലെ ചെറുപ്പക്കാരും എന്റെ യുവാക്കളും വളരെ കാർക്കശ്യത്തോടെ ആലോചിക്കേണ്ട, ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതൊന്നും അവസാനിക്കുന്നില്ല. 4 മക്കളുടെ ഒരു ഉമ്മാക്ക് 4 മക്കള്. ഭർത്താവ് നാട്ടിൽ തന്നെ ഉള്ളത്. അയലത്തുകാരനായ 20 വയസ്സുകാരനുമായി ഈ 40 വയസ്സുകാരിയായ 4 മക്കളുള്ള പ്രിയപ്പെട്ട സഹോദരിക്കൊരു പ്രണയം മുട്ടിട്ട് പോയി. എന്ത് ചെയ്യാനാ? പ്രണയം മുട്ടിട്ട് പോയി, മനസ്സുള്ളിൽ മോഹമായി. വയസ്സാം കാലമായാലെന്താ, ഭാര്യ ഭർത്താവ് നാട്ടിലുണ്ടേലെന്താ, മക്കള് 4 ഉണ്ടേലെന്താ, മനസ്സുള്ളിൽ പ്രണയം മുട്ടിട്ട് പോയി, മോഹമായി. ഇതൊന്നും ഉള്ള പാട്ടല്ല കേട്ടോ. നിങ്ങൾ നിൽക്കുന്ന റിപ്ലിങ്ങിൽ വരുന്ന പാട്ടാ. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ചിലപ്പോ കോലോ മാലോ ഒന്നും ഉണ്ടാകൂല. സദയം ക്ഷമിക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്തു? അങ്ങനെ പ്രശ്നമായി. ആ പ്രിയപ്പെട്ട സഹോദരൻ 20 വയസ്സ് പ്രായമുള്ള തന്റെ മൂത്ത മകനോളം പ്രായമുള്ള ആ ചെറുപ്പക്കാരനുമായി 40 വയസ്സുകാരിയായ പെണ്ണുങ്ങൾക്ക് പ്രണയമുണ്ടായി. ഒടുവിൽ ഇത് പ്രശ്നമായി. 2 പേരും ഒളിച്ചോടിപ്പോയി. എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയിട്ട് അപ്പുറത്തുള്ള ഏതോ ഒരു നാട്ടിൽ രഹസ്യമായി താമസിക്കുന്നുവെന്ന് വിവരം കിട്ടി. ഇവരവസാനം കേസായി പൊല്ലാപ്പായി കോർട്ടിലെത്തിയപ്പോ മറ്റവൻ പറഞ്ഞു, എടിയാ കൊച്ചു മക്കളെ 4 മക്കളും നിരന്നു നിന്ന് കരയുന്ന ഉമ്മ, നിങ്ങൾ തിരിച്ചു വരണം ഉമ്മ എന്നും പറഞ്ഞു. എന്നാലും ഉമ്മ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ ഉമ്മ ആവൂലല്ലോ. ഈ 4 മക്കളിൽ നിന്ന് കരയാൻ തുടങ്ങി. ഉമ്മ നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം ഉമ്മ. ഭർത്താവാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ആ ചെറുക്കൻ പറഞ്ഞു, 20 വയസ്സായ ചെറുക്കൻ പറഞ്ഞു, എന്റെ പൊന്നാര പെങ്ങളെ നിങ്ങൾ അയാളെ കൂടെ പൊയ്ക്കോ, മക്കളും നിലവിളിക്കുന്നുണ്ടില്ലേ, നിങ്ങളിപ്പോ എന്റെ കൂടെ വന്നിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ പറഞ്ഞു. 20 വയസ്സുകാരനായ കാമുകൻ പറഞ്ഞു. എന്നാൽ ആ പ്രിയപ്പെട്ട 40 വയസ്സുകാരിയായ പെങ്ങള് പറഞ്ഞു, വേണ്ട മക്കളെ വേണ്ട എനിക്ക്, ഭർത്താവേ വേണ്ട എനിക്ക്, നിന്ന മതി മോനെ,
നിന്നെ മതിമോനെ. ഇതെന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെ. കോടതി വരാന്തയിൽ വെച്ച് എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാർ, 18 വയസ്സായ 16-18 വയസ്സ് പൂർത്തിയായ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സമുദായത്തിലെ ഹാജിയാക്കന്മാരുടെ മക്കൾ, മുസ്ലിയാക്കന്മാരുടെ മക്കൾ, ഈ സമുദായത്തിലെ അഡ്രസ്സും ഈ സമുദായത്തിലെ ഐഡന്റിറ്റിയും പേര് ജീവിക്കുന്ന ഈ സമുദായത്തിലെ പെൺമക്കൾ കോടതിയുടെ വരാന്തയിൽ വെച്ച് അന്യമന സഹോദരന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ, ഇത്രയും കാലം എനിക്ക് അന്നം നൽകിയ, ഇത്രയും കാലം എനിക്ക് ജീവിതം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മായ എനിക്ക് വേണ്ട, എന്റെ വാപ്പാനെ എനിക്ക് വേണ്ട, എന്റെ അശോകേട്ടനെ മാത്രം എനിക്ക് മതി, അതല്ലെങ്കിൽ എന്റെ ഫത്താഹിക്കായ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കയറി വന്ന ഒരു തന്റെ കൈക്ക് പിടിച്ച് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മാനെ കണ്ണീർ കുടിപ്പിച്ച് വാപ്പാനെ കണ്ണീർ കുടിപ്പിച്ചിറങ്ങിപ്പോകുന്ന എത്ര പെൺകുട്ടികളായി ഈ സമുദായത്തിലുള്ളത്. പെങ്ങളെ കണ്ടില്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണസാരഥ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മദീനയിലൂടെ ഒരു പാതിരാ സമയത്തിങ്ങനെ മഹാനവറുകൾ ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ പാതിരാവിന്റെ പഴുതിൽ എവിടെ നിന്നോ ഒരു വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാതിരാത്രിയുടെ യാമത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ആരോ പാട്ടുപാടുന്നു. എവിടെ നിന്നോ ശോകാർദ്രമായൊരു പ്രേമഗാനം ആരോ ആലപിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാതോർത്ത് നോക്കി, എവിടുന്നാ ശബ്ദം കേൾക്കണത്, എവിടുന്നാ പാട്ട് കേൾക്കണത്? മെല്ലെ മെല്ലെ പാട്ട് കേട്ട താഴ്വാരയിലേക്ക് നടന്ന് ചെല്ലുന്നു. ഒരു ചെറിയ താഴ്വാരത്ത് ഒരു ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ നിന്നും ഒരു മധുര 17കാരിയായ പെണ്ണിന്റെ പാട്ടാണ്. തതവാലഹദല്ലൈലു ഫഹ്തസ്സ ജാനിബു فأراقني ألا خليل نلاعب فوالله لولا الله تخشى واقب لحراك من هذا سريري جوانب تطاول هذا الليل فاغتز جانبه. ഈ രാത്രിയത്തെ സുദീർഘമാണ്. ഒരു വീട്ടിന്റെ അകന്തളത്തിൽ ഏകാഗിയായൊരു മധുര 17കാരിയായ പെണ്ണ് പാടുകയാണ്. ഈ രാത്രി എത്ര സുദീർഘമാണ്. എന്തുകൊണ്ടാണ് കിഴക്കൻ ചക്രവാള സീമയിൽ സൂര്യൻ ഉദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രാത്രി ഒന്ന് പെട്ടെന്ന് പ്രഭാതമാകാത്തത്? എന്തുകൊണ്ടാണ് ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്? എന്റെ കളിത്തോഴൻ എന്റെ അടുക്കൽ എന്നോടൊപ്പം കിടപ്പറ പങ്കിടാൻ, എന്റെ കളിത്തോഴനായ എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ എന്റെ ഭർത്താവ് എന്റെ കിടപ്പറയിൽ എന്നോടൊപ്പം ഇല്ലല്ലോ. ഈ രാത്രി എന്താണെന്ന് നേരമെടുക്കാത്തത്? ഈ രാത്രി എന്താണെന്ന് പ്രഭാതമാകാത്തത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും സശ്രദ്ധപൂർവമാ ആ പാട്ടിനിങ്ങനെ കാതോർത്തു. ആ പെണ്ണ് പറയുന്നു, ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വാഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു. പടച്ചറബിനെ തന്നെയാണ് സത്യം, പടച്ചറബിനെ തന്നെയാണ് സത്യം. അല്ലാഹു എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ
എന്റെ ഭർത്താവിനോട് എനിക്ക് ആത്മാർത്ഥതയും സ്നേഹവുമില്ലായിരുന്നെങ്കിൽ, ഏകയായി കഴിയുന്ന പെണ്ണ് പാടുന്നു, പടച്ചവനാണ് എനിക്ക് പടച്ചവനെ പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ, ഈ താഴ്വാരത്ത് ആട്ടിൻപറ്റങ്ങളെ നയിക്കാൻ വരുന്ന കോമളന്മാരായ ആൺപിള്ളേരെ കൊണ്ട് എന്റെ കട്ടില് ചലിക്കുമായിരുന്നു. പക്ഷേ ഫവല്ലാഹി ലൗലല്ലാഹി തുഹ്സാ വാഖിബൂ, ആ പെങ്ങളുടെ മനസ്സകങ്ങളിൽ അല്ലാഹുവിനോട് പേടിയുണ്ട്. ആ പെങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഭർത്താവിനോടുള്ള കടപ്പാടിന്റെയും ഇഷ്ടത്തിന്റെയും ആത്മാർത്ഥതയുടെയും മനമാലകൾ നിലയ്ക്കാതെ പ്രവഹിക്കുന്നുണ്ട്. ഇതെന്തൊരു മഹിതമായ മാതൃകയാണ്. ആർക്കാണ് ഈ മാതൃകയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക? അങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് വിജയം ലഭിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരാജയമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിലാണ്, ഇല്ലാ മൻ അബാ, വിലങ്ങി നിന്ന ആളുകളൊഴികെ, വിലങ്ങി വിധേയപ്പെടാതെ നിന്ന ആളുകളൊഴികെ എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിലാണ്. ആ നേരത്തെ സഹാബത്ത് ചോദിച്ചു, ഖീല വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാ നബിയെ അവിടുത്തെയോട് വിലങ്ങ് കാണിച്ച ആളുകൾ? ആരാ നബിയെ അവിടുത്തോട് നിഷേധം കാണിച്ച ആളുകൾ? ആരാ നബിയെ അവിടുത്തോട് പുറംതിരിഞ്ഞു നിന്ന ആളുകൾ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നോട് വിരോധം പുലർത്തിയ ആളുകൾ, ഞാൻ പഠിപ്പിച്ച ദീനിനെതിരെ വിസമ്മതം കാണിച്ച ആളുകൾ, അവർ നരകത്തിലാണ്. സഹോദരങ്ങളെ, നന്മ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പോകാം, തിന്മ ചെയ്താൽ നമുക്ക് നരകത്തിൽ പോകാം. ഇന്ന അസ്ഹാബൽ ജന്നത്തി യൗമ ഫീ സുവലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ നമ്മൾ എത്ര തവണ പാരായണം ചെയ്ത സൂറത്താ, നമ്മൾ എത്രയോ തവണ പാരായണം ചെയ്ത സൂറത്തല്ലയോ? ആ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്ന മഹിതമായ ആശയം കണ്ടോ? സന്മാർഗം ചെയ്ത ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സ്വർഗം സംവിധാനിച്ചിട്ടുണ്ട്. മഹിതമായ സ്വർഗമാണ്, സുഗാഡംബരങ്ങളുടെ പറുദീസകൾ ഒരുങ്ങിയ സ്വർഗമാണ്. അവർ ആ സ്വർഗീയ ലോകത്ത് അവരുടെ ഇണകളുമായി അവരതാ അവിടുത്തെ മനോഹരമായ കട്ടിലുകളിൽ അവർ ഉല്ലസിക്കുന്ന ആളുകളാണ്. അവർക്കിഷ്ടമുള്ളതെന്തും അവിടെ നിന്ന് കിട്ടും. അവർ നനയ്ക്കുന്ന പഴങ്ങളെല്ലാം അവർക്ക് ഭക്ഷിക്കാം. പാലിനേക്കാൾ വെണ്മയുള്ള, തേനിനേക്കാൾ മധുരമുള്ള, മിസ്കിനേക്കാൾ സുഗന്ധമുള്ള പാനീയങ്ങൾ അല്ലാഹു അവരെ കുടിപ്പിക്കുകയാണ്. മോഹിച്ചതെത്തുന്നുണ്ട് ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരെടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട, വിള
വിളമ്പണ്ട നീയതിൽ പാചകം ചെയ്യണ്ട കുൻ എന്ന സുസ്സതിനൊക്കെയുണ്ടതുകൊണ്ട കാലപ്പഴക്കം കൊണ്ടു നീ നരക്കണ്ട 33 കവിയണ്ട റബ്ബിന്റെ തൗഫീഖാലിതെല്ലാം തന്നെ ലഭിക്കുന്നതാണ് അവനിഷ്ടമായാൽ നിന്നെ ആരൊക്കെ നിന്ന ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരൻ തന്നാണ് നീക്കാലവും. നീ വലിയ പാവപ്പെട്ടവനായിരുന്നു, മുതലാളിമാരൊക്കെ അവൻ പാവപ്പെട്ടവനാടാ, സമൂഹത്തിൽ താഴ്ന്ന കാറ്റഗറിയിലുള്ളവനാടാന്ന് പറഞ്ഞ് നിന്നെ പുച്ഛിച്ചിട്ടുണ്ടാവാം മോനെ. എന്നാൽ അല്ലാഹുവിനെ പേടിച്ച് നീ ജീവിച്ചത് കൊണ്ട് ആഖിറത്തിൽ നീ കോടീശ്വരനാണ്. നീ ഉദ്ദേശിക്കുമ്പോൾ പാറുന്ന ശരീറുകൾ കട്ടിലുകൾ അതിലുണ്ട്, നീ ഉദ്ദേശിക്കുമ്പോൾ നിനക്ക് പൂജിക്കാൻ പറ്റിയ പഴങ്ങൾ അതിലുണ്ട്. എന്നാൽ അല്ലാഹുവിന് നീ വിരുദ്ധം പ്രവർത്തിച്ചാലോ, അല്ലാഹുവിന് ഞാൻ വിരുദ്ധം പ്രവർത്തിച്ചാലോ മാറിനിക്കിടായുന്ന ദിവസം അല്ലാഹു കൽപ്പിക്കുകയാണ്. ഓലപത് അവല്ല മിൻകും ജിബില്ലൻ കസീറൻ ഫലം തകൂനു തഅഖിലൂൻ ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. വിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ് നമ്മളിത് പാരായണം ചെയ്തത് സഹോദരാ. ഓലഖദ് അവല്ല മിൻകും ജിബില്ലൻ കസീറാ ഫലം തകൂനു തഅഖിലൂൻ. വല്ലാതെ അതിൽ ലംഘനം ചെയ്തു പോയല്ലേ, എന്നെ നീ അനുസരിച്ചില്ലല്ലോടാ, എന്നെ നീ അനുസരിച്ചില്ലല്ലോടാ. അല്ലാഹു പറയുകയാണ് വിശുദ്ധമായ ഖുർആനിൽ, അഫലം തകൂനു തഅഖിലൂൻ. ആലോചിച്ചുടായിരുന്നോ? ബുദ്ധി തന്നില്ലേ? ചിന്തിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ആലോചിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ഒരല്പം ചിന്തിക്കാമായിരുന്നല്ലോ, ഒരല്പം ആലോചിക്കാമായിരുന്നല്ലോ. അതാ ഫലാ തഅഖിലൂൻ ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. ഇതാ ഈ കാണുന്ന നരകം കണ്ടോ, അത് നിനക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകമാണ്. സുബ്ഹാനല്ലാഹ്, നാരകീയ ശിക്ഷ എത്ര കഠിന കഠോരമാണ് സഹോദരങ്ങളെ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതയ്ക്കുന്ന ചീഞ്ചലമാണ് അതിൽ ലഭിക്കുന്നത്. ദാഹിക്കുന്നേ ദാഹിക്കുന്നേ, ഞങ്ങൾക്ക് വെള്ളം തരണേ, ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നിങ്ങനെ നിലവിളിച്ച് നരകീയവാസികൾ ഇങ്ങനെ നിലവിളിക്കുന്ന നേരത്ത് അതാ പടച്ചിറപ്പൊരു പ്രത്യേക ചീഞ്ചലം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അതിങ്ങനെ കുടിക്കാൻ വേണ്ടി അതിന്റെ പാത്രം ഇങ്ങനെ അടുപ്പിക്കുമ്പോഴോ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ആർക്കാണ് ശിക്ഷ എത്രയാൽ കഴിയുക? ആർക്കാരാധികാരം? ആർക്കാരാധികാരം? അള്ള ചോദിക്കുന്ന ഭയാനകമായ ആഖിറമുണ്ടല്ലോ. ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ പടച്ചിറപ്പ് നമ്മളെ ശിക്ഷിക്കാൻ തുനിഞ്ഞാൽ ആർക്കാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക? ഒരു വക്കീലിന്റെ വാദവും അവിടെ ജയിക്കില്ല, ഒരു മുതലാളിയുടെ പണവും അവിടെ വില പോകില്ല,
ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ സ്വാധീനത്തോടെ ജയിക്കില്ല. ഒരു പണ്ഡിതന്റെ സ്വാധീനവും അവിടെ ജയിക്കില്ല. അള്ളാഹു ചോദിക്കുന്നു, ഇന്ന് ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ഇന്നലെ പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരുന്നു, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മേലാളന്മാർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും ഐജിമാർക്കും DGPമാർക്കും അധികാരമുണ്ടായിരുന്നു, മിലിറ്ററിക്ക് അധികാരമുണ്ടായിരുന്നു. ഇന്നാർക്കാണ് അധികാരമുള്ളത്? ഞാനാണ് അധികാരി. ഇവിടെ ഒരു അധികാരിക്കും ഇന്ന് അധികാരമില്ല. അധികാരങ്ങളുടെ അധികാരിയായ, അധികാരങ്ങളുടെ മുഴുവനും അധികാരിയായ രാജാവായ, അധികാരികളുടെ അധികാരിയായ, അധികാരം പുലർത്തുന്ന അധികാരി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ അന്നേ ദിവസം ആർക്കും അധികാരമില്ല. നാരകീയമായ ശിക്ഷയിലേക്ക് എന്നെയും നിങ്ങളെയും പടച്ച റബ്ബ് വലിച്ചെറിഞ്ഞാൽ, ആ വെള്ളം ഇങ്ങനെ നമ്മൾ കുടിച്ചാൽ, നരകത്തിൽ നിന്ന് നമുക്ക് കുടിക്കാൻ തരുന്ന ജലം ഇങ്ങനെ കുടിച്ചുപോയാൽ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ ഞുറുങ്ങുന്നതാ, പിൻദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. നരകത്തിലുണ്ടേ ആഴമേറിയ കുണ്ടുകൾ, വിഷം മൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ. കാള പോലെ വലിപ്പമുള്ള തേളുകൾ അതിനകത്തുണ്ട്, വലിയ സർപ്പങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ പറയുമ്പോ കുറച്ചൊക്കെ പണവും പത്രാസും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ കള്ളമല്ലേ മുസ്ലിയാരെ, ഇതൊക്കെ കള്ളക്കഥകളല്ലേ മുസ്ലിയാരെ. അനുഭവങ്ങളാണ് മോനെ നിനക്ക് പാഠങ്ങളുള്ളത്. അബൂജഹലിന്റെ അടുത്ത് റസൂലുള്ള ചന്ദ്രൻ രണ്ടാക്കി പിളർത്തിക്കൊടുത്തപ്പോ അബൂജഹൽ പറഞ്ഞു, ഇത് മായാജാലമാണ് മുഹമ്മദേ, നീ ചന്ദ്രനെ പിളർത്തിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? അദീമായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂലാക്കുമാറാകട്ടെ. നമുക്കിന്നിവിടെ ദുആയിലൊന്ന് പിരിയാം. അദീമായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസിന് ഖബൂലിയത്ത് തരണം. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാകണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഞാനും നിങ്ങളുമെല്ലാം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടണം. എല്ലാ അർത്ഥത്തിലും ഹബീബുമായി നമ്മൾ അടുക്കണം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി വൈരാഗ്യമില്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി ദേഷ്യമില്ല. എന്റെ പെങ്ങന്മാർ, എന്റെ സഹോദരിമാര് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിതൊക്കെ പരാമർശിച്ച് സംസാരിച്ചത്. എന്തുകൊണ്ടാ ഞങ്ങളെ മാത്രം ഇങ്ങനെ വേദനിപ്പിച്ചതെന്നാരും വിചാരിച്ച് ബേജാറാകണ്ട. പെങ്ങളെ, ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനല്ലേ, ഖബറിൽ നമുക്ക് രക്ഷപ്പെടാനല്ലേ. ഈ പാവപ്പെട്ടവന്റെ വാദ കേട്ടിട്ട് എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും അതാ ദീനിയായി ജീവിച്ച് ഔറത്ത് മറച്ച് പടച്ചറപ്പിനെ പേടിച്ച് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്, ഹബീബിന് ഇഷ്ടമില്ലാത്തത് വെടിഞ്ഞിട്ട് എന്റെ ചെറുപ്പക്കാരും എന്റെ മജ്‌ലിസിൽ വന്ന ആളുകളും നല്ലൊരു ജീവിതം നയിച്ചാൽ, ഇവിടെ വെച്ച് നമ്മൾ സംഗമിച്ചതുപോലെ സ്വർഗത്തിലും നമുക്ക് സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെല്ലാവരും ആത്മാർത്ഥമായി അല്ലാഹുവിനെ പേടിക്കണം. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എല്ലാ അർത്ഥത്തിലും കൃത്യമായി 5 നേരം നിസ്കരിക്കണം. ആരും പലിശ ഇടപാടുമായി ബന്ധം നടത്തരുത്, ആരും കള്ളു പിടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, തോന്നിവാസം ചെയ്യരുത്, ഒരു സഹോദരനെയും അന്യായമായി ആക്രമിക്കരുത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വഫീ റിവായത്തിൻ ഉഖ്റാ ലി അഹ്മദിൻ അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നമ്മൾ പൂർണ്ണനായ മുസ്ലിം ആകണമെങ്കിൽ ഒരു മുസ്ലിം സഹോദരനോ ആയിക്കോട്ടെ, ആ മുസ്ലിം സഹോദരനോ ഒരു മനുഷ്യനെയും നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ടൊരു മനുഷ്യനും വേദനിക്കരുത്, നമ്മുടെ കൈ കൊണ്ടൊരു മനുഷ്യനും വേദനിക്കരുത്.
അങ്ങനെ വേദനിച്ചാൽ നമ്മൾ മുസ്ലിം അല്ലെന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മഹിതമായ ആശയവും ആദർശവും അതാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. അലീമായ റബ്ബ് നമ്മൾ എന്തൊക്കെ താന്തോന്നിവാസം കാണിച്ചിട്ടും എന്തൊക്കെ ധിക്കാരം കാണിച്ചിട്ടും എന്തുകൊണ്ടാ പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും ഒന്നും പിടിച്ച് ശിക്ഷിക്കാത്തത്? നമ്മൾ വിചാരിക്കും പടച്ചവനിതൊന്നും അറിയാത്തത് കൊണ്ടാണ്. ومهملات للصلاة صب عليكم العذاب അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ പ്രായമുള്ള ഉപ്പമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന എത്രയോ പ്രായമുള്ള ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല ആരോഗ്യമാർഗം നൽകാത്ത അനാഥ മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരു പാപവും ചെയ്യാത്ത ശിശുക്കളായ ഉമ്മമാരുടെ മുല കുടിക്കുന്ന ചെറിയ മക്കൾ ജീവിക്കുന്നുണ്ട്. പോരാ ഉറുമ്പിൻ കൂട്ടങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആയിരുന്നെങ്കിൽ സുബ്ബാലൈക്കുമുൽ അദാബു പരമ്പരയായി അദീമായ റബ്ബിന്റെ പരീക്ഷണങ്ങളും അദാബുകളും തോന്നിവാസം ചെയ്ത നമ്മളെ, തെറ്റു ചെയ്ത നമ്മളെ കടന്നു പിടിക്കുമായിരുന്നു. അവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ സേഫ്റ്റിഫുള്ളായി ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും അദീമായ പടച്ച റബ്ബിലേക്ക് മടങ്ങണം. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ദീനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആഖിറത്തിൽ അല്ലാഹു വലിയ പദവി തരും. ഏത് പെണ്ണമാടി വിളിച്ചാലും ദഅതു ഇംറാത്തുൻ ദഅതു മൻസിബിൻ വജമാലിൻ ഖാല ഇന്നി അഖാഫുല്ലാഹ്. കുലവതിയായ സൗന്ദര്യമുള്ള പെണ്ണെ വിളിക്കുമ്പോ മോളെ എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ടടി എന്ന് പറഞ്ഞാൽ സബഅത്തുൻ യുദില്ലുഹും അല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. റസൂലുള്ള നാളെ പരലോകത്ത് 7 ആളുകൾക്ക് തണൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാള് ഒരു സുന്ദരിയായ പെണ്ണ് വ്യഭിചരിക്കാൻ വിളിക്കുമ്പോ അവനെല്ലാ അവസരവും ഒത്തുവന്നിട്ട് അവൻ പറയുന്നു, എനിക്കാരോഗ്യം എനിക്കെല്ലാം തന്ന അദീമായ റബ്ബിനെ എനിക്ക് പേടിയുണ്ട് മോളെ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒഴിഞ്ഞു മാറിയാൽ, മോനെ നിനക്ക് നാളെ അർശിന്റെ തണൽ വാഗ്ദാനം ചെയ്തത് ഞാനല്ല, സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി കള്ളം പറയുമോ? നബി കള്ള വാഗ്ദാനം നമ്മളോട് നടത്തുമോ? മുസ്ലിമീങ്ങളെ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാര്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ പെങ്ങന്മാരെ, സഹോദരിമാരെ, കാലഘട്ടമെല്ലാം നിങ്ങളെ തോന്നിവാസങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് അവർത്ത് മറച്ച് പടച്ച റബ്ബിങ്കൽ സമർപ്പിച്ച് ജീവിതം നയിച്ചാൽ സ്വർഗീയാരാമത്തിലേക്ക് അല്ലാഹു നിങ്ങളെ സ്വാഗതം ചെയ്യും. മഹദി ഫാത്തിമത്തുൽ സഹറാ റളിയല്ലാഹു അൻഹാ നേതൃത്വം നൽകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയും. ഖദീജത്തുൽ കുബ്ര നേതൃത്വം നൽകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയും. അല്ലാതെ ദുനിയാവിന്റെ ഫാഷൻ പരേഡുകൾക്കും അടിച്ചുപൊളികൾക്കും തോന്നിവാസങ്ങൾക്കും പിന്നാലെ പോയാൽ ഏറ്റവും കൂടുതൽ മേറാജിന്റെ രാത്രിയിൽ ഹബീബ് നരകത്തിൽ കണ്ടതാരെയാണ്? എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങളെയാണ്. എന്റെ പെങ്ങളെ, നീ നരകത്തിൽ പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് വിനീതനായ നിന്നോട് കടപ്പാടും സ്നേഹവുമുള്ളൊരു സഹോദരന്റെ സതുപദേശമായി നീ എടുക്കണം. അവനെ പേടിച്ച് ഞാനും നീയും ജീവിക്കണം. റബ്ബ് നമ്മളെയൊക്കെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇസാറത്തു തർഗീബ് വതശ്രീഖ് ഇലാ താരീഖിൽ മസാജിദി സലാസത്തിൽ ബൈത്തി വൽ അതീഖ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൽ ഖവാരിസ്മി എന്ന പണ്ഡിതനാണ് ആ ഗ്രന്ഥം രചിച്ചത്. ഹിജ്റ 678 വഫാത്തായി പോയ മഹാനാണ്.
അവിടുന്നതാ ഗ്രന്ഥത്തിൽ ഒരധ്യായം കൊണ്ടുവരുന്നു. എന്താണ് ആ അധ്യായമെന്നല്ലേ? മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിനകത്ത് മഹാനായ അബൂബക്കർ ഖത്താനി റഹിമഹുള്ളയെ തൊട്ടൊരു സംഭവം ഉദ്ധരിക്കുന്നു. എന്താണ് സംഭവം? അബൂബക്കർ ഖത്താനി റഹിമഹുള്ള പറയുന്നു, ഞാനങ്ങനെ ഞാനൊരു താഴ്വാരയിൽ അങ്ങനെ പ്രവേശിച്ചു. നോക്കുമ്പോഴതാ ഒരു ഫഖീറായ ജനാസ അവിടെ കിടക്കുന്നു. ഒരു ഫഖീറായ മയ്യിത്ത് അവിടെ കിടക്കുന്നു. ആ മയ്യിത്താണെങ്കിൽ വഹുവ യദ്ഹഖു, ആ മയ്യിത്ത് ചിരിക്കുകയാണ്. ഞാനിങ്ങനെ മയ്യിത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, തദ്ഹഖു അന്ത മയ്യിത്തുൻ, നിങ്ങൾ ജനാസയല്ലയോ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അന്നേരം ഒരു അശരീരി കേൾക്കുന്നു, ഹഖദൽ മുഹിബ്ബൂന ലില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ അവർ മരണപ്പെട്ടാലും ചിരിക്കുന്ന ആളുകളാണ്. ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യന്റെ ജനാസയുടെ അവസ്ഥയാണ്. ഞാനും മരണപ്പെട്ടു പോകും, നമ്മളും മരണപ്പെട്ടു പോകും. അലീമായ പടച്ചറബ് നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫീ ദിക്രി അഹ്വാലി സലഫി സ്വാലിഹീന അൽമുതഅബ്ബിദീന വൽമുജാബിരീന വൽമുതവജ്ജിഹീന ഇലാ ഹറമില്ലാഹി ശരീഫ് എന്ന അധ്യായത്തിൽ മഹാനായ അബൂബക്കർ ഖത്താനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇസാറത്തു തർഗീബി വതശ്വീഖ് ഇലാ താരീഖിൽ മസാജിദ് സലാസത്തിൽ ബൈത്തി വല്ലതീഖ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.